ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഷോർട്ട് കില്ലർ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഷോർട്ട് കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമുക്ക് ബാറ്ററി ഇല്ലാതെ ഓണാക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ചിലവ് കുറച്ചുള്ള ഒരു സർക്യൂട്ടാണ്. അധികം പൈസ മുടക്കൊന്നുമില്ല. 5 രൂപയൊക്കെയുള്ള ചിലവ് മുടക്കേ ചിലർക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വീഡിയോ മനസ്സിലാകണമെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം. ഇടയ്ക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്നും തന്നെ മനസ്സിലാകാതെ വന്നേക്കാം. മനസ്സിലാകാതിരിക്കുന്നതൊക്കെ പോട്ടെ, അതല്ല മെയിൻ പ്രശ്നം. അതല്ല, ഇത് കുറച്ച് കണ്ടേച്ച് നമ്മൾ ഓടിച്ചെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കെണിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വോൾട്ടേജാണ്. ചെറിയ പോയിൻ്റ് വോൾട്ടേജ് വരെ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ അടിച്ചു പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് വീഡിയോ മൊത്തം കണ്ടേച്ച് പണിയാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് കില്ലറാണ്. ഷോർട്ട് കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററി എല്ലാ മോഡലിൻ്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ച് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഷോർട്ടിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലൊരു ഡിവൈസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇതിന് 5000 രൂപ അടുത്ത് വിലയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്. പക്ഷേ ഇവന്മാർക്ക് ഇതിന് അത്രയും വിലയൊന്നുമില്ല. പക്ഷേ ഇവന്മാർ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഇതിൻ്റെ ഷോർട്ട് കില്ലർ ഞാൻ അഴിച്ചു നോക്കിയിരുന്നു. ഇതിൻ്റെ IC-യുടെ ഒക്കെ മുകളിലത്തെ നമ്പർ അവർ ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ചെക്ക് ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു 2 ആംപിയർ ഉള്ള ഒരു SMPS എടുക്കുക. നമ്മൾക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന 2 ആംപിയർ 5 വോൾട്ടുള്ള സൈസ് SMPS വേണം എടുക്കാനായിട്ട്. അല്ലാതെ ഈ ടൈപ്പ് 500 മില്ലി ആംപിയറിൻ്റെ സൈസ് എടുക്കരുത്. ഇത്തരം എഴുതിയിട്ടുണ്ടാവും എത്ര വോൾട്ടാണ്. വോൾട്ട് എല്ലാം സെയിം ആയിരിക്കും. ആംപിയറിൽ 500 മില്ലി ആംപിയറെന്നും 2 ആംപിയറിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 500 മില്ലി ആംപിയറിൻ്റെ എടുക്കരുത്. 500 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 1/2 ആംപിയറേ ഉള്ളൂ. 2 ആംപിയറിൻ്റെ ആയാലും മിനിമം എടുക്കുക. 2 ആംപിയറിൽ കൂടിയതാണെന്നൊരിൽ പവർ സപ്ലൈ കൂടിയതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ സാധനം എടുക്കുക. ഈ സാധനം എടുത്തേച്ച് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി മോഡിഫൈ ചെയ്യാനുണ്ട്. മോഡിഫൈ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 കിലോ ഓം ആണ്. 1 കിലോ ഓം ആണ്. ഇതിൻ്റെ കളർ കോഡിങ് ബ്രൗണ്, ബ്ലാക്ക്, റെഡ്, ലാസ്റ്റ് മറ്റേ ഗോൾഡ്, അങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇതിൻ്റെ കളർ കോഡിങ് വെച്ചാണ് ഈ രജിസ്റ്ററുകളിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയോഡാണ്. അത് ഏതെങ്കിലും ബോഡിയിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാം. ഈ വെച്ചേക്കുന്ന ബ്ലാക്ക് കമ്പോണൻറ്റുകളാണ് ഡയോഡുകൾ. ഇതിനകത്തു നിന്ന് ഏതെങ്കിലും 2 അഴിച്ചെടുക്കുക. ഇതിൻ്റെ നമ്പർ ആയിരിക്കണം, മിക്കവാറും ആയിരിക്കുകയും ചെയ്യും, IN 4007. അപ്പോൾ ആ 2 ഡയോഡുകളാണ് വേണ്ടത്. ആ 2 ഡയോഡുകൾ അഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഷോർട്ട് കില്ലർ എന്ന് പറയുന്ന ഡിവൈസ് എന്താണ് യഥാർത്ഥത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കണം. ഷോർട്ട് കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കൊടുക്കേണ്ട 3.8 വോൾട്ട്, ആ വോൾട്ടേജ് ബാറ്ററിയിൽ നിന്ന് എത്രയാണോ കൊടുക്കേണ്ടത് ആ പവർ സപ്ലൈ ഇച്ചിരി ആംപിയർ കൂട്ടി കൊടുക്കുന്നുള്ളൂ. വോൾട്ടേജ് അല്ല കൂട്ടുന്നത്. വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഒരു ശകലം കൂടിയാൽ മൊബൈൽ അടിച്ചു പോകും. വോൾട്ടേജ് അല്ല കൂട്ടേണ്ടത്. ആംപിയർ കൂട്ടി 1 സെക്കൻഡ് 2 സെക്കൻഡും ഒക്കെ നമ്മൾ കൂട്ടിക്കൊടുത്തേച്ച് ഏതാണ് സ്പെയർ ഈ ഹീറ്റ് ആകുന്നത്, ഓവർലോഡ് എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ സ്പെയർ ആയിരിക്കും ലീക്കേജ് ആയത്. ഇപ്പോൾ കപ്പാസിറ്ററുകളാണെങ്കിലും IC ആണെങ്കിലും ആ സ്പെയർ ലീക്കേജ് ആയിട്ടുണ്ടാവും. ആ ലീക്കേജ് ആകുന്ന സ്പെയർ ഹീറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ്, ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് കില്ലർ ഉപയോഗിച്ച് നമ്മൾക്ക് കംപ്ലൈൻറ്റ് ഷോർട്ടിങ് ഫൈൻഡ് ചെയ്യുന്നത്. അത് ഡയോഡായാലും നമ്മുടെ IC ആയാലും
ഈ പറയുന്ന കപ്പാസിറ്റർ ആയാലും നമുക്ക് വളരെ വേഗം നമുക്ക് കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഈ AC കറണ്ട് മുട്ടുന്ന 2 പോളുകൾ. ഇത് രണ്ടും എടുത്ത് കളഞ്ഞേക്കാം, ഈ സാധനം എടുത്ത് കളഞ്ഞേക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടുള്ള USB, ഈ സാധനം എടുത്ത് കളഞ്ഞേക്കാം, ഇത് ആവശ്യമില്ലാത്തതാണ്. ഇവിടെയാണ് നമുക്ക് ബാസ് പെയറുകൾ വെച്ച് ഒന്ന് സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് അഴിച്ചിട്ടുണ്ട്, ഈ USB അഴിച്ചെടുത്തു. ഈ USBക്ക് 4 ലെഗുകളും 2 ഓടി അർപ്പിച്ചേക്കുന്ന ഹോളുകളും ആണുള്ളത്. അത് രണ്ടും പതുക്കെ സോൾഡറിങ് ഇളക്കി വെച്ച് നമുക്ക് പതുക്കെ പൊക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഈ കുറ്റിയായിരുന്നു, ആ കുറ്റി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ AC കൊടുക്കാനുള്ളിടത്ത് പവർ സപ്ലൈ ഒരു AC കോഡ് ഇട്ട് കൊടുക്കുന്നു. AC കോഡ് മാക്സിമം പഴയത് തന്നെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ രണ്ടും ഈ ഒരു AC കോഡ് കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ലെഗ് പോസിറ്റീവും ഒരു ലെഗ് നെഗറ്റീവും ആയിരിക്കും ഉണ്ടാകുക. അതിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. ഔട്ട്പുട്ടിൽ വരുമ്പം 1 2 3 4 ലെഗായിരിക്കും ഇതിൻ്റെ ഉണ്ടാകുക. നമുക്കിതിൻ്റെ 2 ലെഗ് മാത്രം മതി. അതിനകത്ത് നമ്മൾ പോസിറ്റീവിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡയോഡ് വയ്ക്കുക. ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ പൊളാരിറ്റി. നേരെ തിരിച്ച് നെഗറ്റീവിൽ നിന്ന് ഒരു ഡയോഡ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് രണ്ടും IN 4007 എന്ന് പറയുന്ന ഡയോഡാണ്. ഇത്രയും വെച്ച് കൊടുക്കുക. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളെടുത്ത 1Kയുടെ റെസിസ്റ്റർ വെച്ച് ഇതിനിടയ്ക്ക് ഒരു LED ബൾബും വെച്ച് കൊടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ നോക്കുമ്പോൾ ഇവിടെ ഈ 2 പോളിൽ നോക്കുമ്പോൾ നമുക്ക് എത്രയാണ്, ഇതാണ് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. പടപടേന്ന് സാധനങ്ങൾ പറക്കി വെച്ച് സോൾഡർ ചെയ്യാം. ഇത് ഇത്ര നോക്കിയാൽ മതി. ഒരു റെസിസ്റ്റർ ഇട്ട് ഒരു LED ബൾബ് കൊടുക്കണം. ഈ LED ബൾബ് നമുക്ക് പഴയ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാർജറിൽ നിന്നോ ഒക്കെ അഴിച്ചെടുക്കാം. പഴയ ആ കീപാഡ് മൊബൈലിലൊക്കെ ഉണ്ടാവുമല്ലോ, ചൈന മൊബൈലിലൊക്കെ ഉണ്ടാവും. ഇതായിരിക്കുന്നത് ഈ സൈസ് പറഞ്ഞാൽ അഴിച്ചെടുത്താലും മതിയാവും. അപ്പം നമുക്ക് ബോർഡിൽ ഇളക്കേണ്ട കമ്പണൻറ്റ് ഇളക്കി വെച്ച് കണക്ഷൻസ് ഒക്കെ കൊടുത്തു നോക്കാം. ഈ AC വയർ കുത്തിയിട്ടുണ്ട്. AC വയർ 2 സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇതിന് ശേഷം ഇവിടെ ഔട്ട്പുട്ട് വരുന്ന 2 ലൈനിൽ 2 ഡയോഡുകൾ ഫിറ്റ് ചെയ്തു. രണ്ടും 2 സൈഡിലേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊരു ഇതിൽ ഒരു LED കൂടെ വെച്ച് കൊടുക്കാം. 2 കണക്ഷനും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഇട്ടേച്ച് നിങ്ങൾക്കൊരു LED ബൾബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. പിന്നെ ഇത്രേ ഉള്ളൂ, ഈ സാധനം ഇത്രയേ ഉള്ളൂ. 2 വയറിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പോസിറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് കൊടുക്കുക. ഒരിക്കലും ഡയറക്റ്റായിട്ട് ചാർജറൊന്നും കൊടുക്കരുത്. കാരണം ഇത് ചാർജറിൽ നിന്ന് വരുന്ന 5 വോൾട്ടേജാണ്. നമുക്ക് വേണ്ടത് 3.8 വോൾട്ടേജാണ്. അപ്പോൾ നമുക്കിതിൽ ആംബിയർ മാത്രമാണ്. ഇതിപ്പോൾ 3.8 വോൾട്ടേജാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആംബിയർ മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഷോർട്ടിങ് പെട്ടെന്ന് തന്നെ ലീക്കേജും ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ എവിടെയാണ് ഹീറ്റ് ആകുന്നതെന്ന്. അതിനുശേഷം ഇച്ചിരി ഫ്ലെക്സ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തേച്ച് നമ്മൾ ഈ 2 വയറും 2 സൈഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് സ്പെയർ ഉരുകുന്നതെന്ന് നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ഫ്ലെക്സ് ഉരുകിത്തീരും. അങ്ങനെ ആ ഷോർട്ടിങ് നമുക്ക് എത്രയും പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും കറണ്ടെ കുത്തി മൊബൈൽ ബാറ്ററി വാങ്ങിക്കാതെ ചാർജ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെന്നൊരിൽ അവർ 500 മില്ലി ആംപിയറിൻ്റെ ചാർജർ ഇതിന് ഉപയോഗിച്ചാൽ മതിയാകും. 2 ആംപിയറിൻ്റെ ആവശ്യമില്ല. 500 മില്ലി ആംപിയറിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ചാർജ് എപ്പോഴും ആയിട്ട് നിന്നോളും. മൊബൈലിന് ഡാമേജ് വരത്തില്ല. 2 ആംപിയർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മൊബൈലിനെ അത് കംപ്ലൈൻ്റ് ആക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.
നിങ്ങൾക്ക് സർവീസർമാർക്ക് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനൽ വഴി ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.